എന്റെ വീഡിയോ കുറച്ച് ഡിഫറെന്റ് ആണ്. ഹായ്, എന്റെ പേര് റിസ്വാന. ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എനിക്ക് ആദ്യം മുതൽ ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയേനെ, ബട്ട് അത് ചെയ്തു തുടങ്ങാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയി. അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. വേറൊന്നുമല്ല, പത്രവായന. ഞാൻ ഈ ഒരു പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് എല്ലാവർക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല, പ്രത്യേകിച്ച് നമ്മളെ പോലെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക്. ബട്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാല് നമ്മുടെ ലൈഫിൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാല് അതിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്റെ സ്കൂൾ ഡേയ്സിൽ പത്രമൊക്കെ വിതരണം ചെയ്തിരുന്നെങ്കിലും തുടക്കത്തിലൊന്നും ഞാൻ ന്യൂസ് പേപ്പർ വല്ലാതെ വായിക്കുന്ന ഒരാളായിരുന്നില്ല. പിന്നീടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ കോളേജിലെത്തി, പ്രത്യേകിച്ച് തമിഴ്നാട് കോളേജില്. അവിടെ മെയിൻലി മലയാളം പത്രമൊന്നും കിട്ടലില്ല. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാവുന്നത്. ആ ഒരു ടൈമിൽ വായിക്കായിരുന്നു, അതിന് കിട്ടുന്ന നോളജ് അത്രയും യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞങ്ങള് കോളേജില് എല്ലാരും കൂടെ ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പം മാം എല്ലാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ പേരും പ്ലേസും ആണ് പറയാം. അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് അവന്റെ പേര് പറഞ്ഞു, പ്ലേസ് കോട്ടയാന്ന് പറഞ്ഞു. അപ്പൊ മിസ് ചോദിച്ചു, കോട്ടയത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എന്താ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി റേറ്റ് കൂടുതലുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് കോട്ടയം, ഇന്ത്യയിലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത വഴിക്ക് ഞാൻ അയ്യോ എനിക്ക് വന്നത് തൃശ്ശൂരാണോ, അപ്പൊ എന്റെ ഫ്രണ്ടിന് വേറെ വന്നത് മലപ്പുറല്ലേ, അങ്ങനെയുള്ള ഡൗട്ട് വന്നു. അപ്പൊ ഞങ്ങൾ അവനോട് പറഞ്ഞു, എടാ അങ്ങനെയല്ലല്ലോ, അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, അതെ അങ്ങനെ തന്നെയാണ്, ഞാൻ വായിച്ചൊരു അറിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മാം എടുത്ത വഴിക്ക് പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ ഡൗട്ടാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നീട് മാം പോയതിനു ശേഷം ഞങ്ങൾ കൺഫേം ചെയ്തത് കോട്ടയത്തേക്ക് തന്നെയായിരുന്നു. അപ്പം ആ ഒരു വായനയിൽ കിട്ടിയ ഒരു അറിവ് അവന്റെ മൈൻഡിൽ എങ്ങനെയൊക്കെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള അറിവ് നമുക്ക് വേറെ ഏതൊരു മീഡിയ വഴിയും കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ന്യൂസ് പേപ്പർ വഴിയാണ് കിട്ടുന്നത്. അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ IAS ആണ് നമ്മുടെ ഡ്രീമെങ്കില് ഉറപ്പായിട്ടും വായിക്കേണ്ട ഒരു കാര്യമാണ് പത്രം എന്ന് പറയുന്നത്. കാരണം പത്രത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് അത്രയും വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്ന മൊമെന്റിലാണ് നമുക്ക് വായന എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോ എല്ലാവർക്കും തോന്നാം, ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പത്രം തന്നെ വായിക്കണം എന്നില്ലല്ലോ. ഫോണിൽ കുറെ മീഡിയാസ് അവൈലബിൾ ആണ്, അതുപോലെ കുറെ സൈറ്റ് അവൈലബിൾ ആണ്. ഇപ്പം ആ ഒരു ന്യൂസ് തന്നെയാണെങ്കിൽ അതിന്റെ സൈറ്റിൽ നമുക്ക് മൊബൈലിൽ നോക്കാലോ. പക്ഷെ പത്രം വായിക്കുന്നതിലൂടെ കിട്ടുന്ന അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ വേറെയുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മൾ അത്രയും നേരം ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്ഷമയുണ്ട്, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, അതുപോലെ മലയാള ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒക്കെ നമുക്ക് ന്യൂസ് പേപ്പർ വായിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇടയ്ക്ക് വരുന്ന സപ്ലിമെന്റ്സ് ഉണ്ട്, മെയിൻലി എഡ്യൂക്കേഷൻ ബേസ്ഡ്. അതിലെല്ലാം സോഷ്യൽ സയൻസ് ബേസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ആ ഒരു സപ്ലിമെന്റ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ നമ്മൾക്ക് ജോബിനെ പറ്റിയിട്ടുള്ള അറിവാണെങ്കിലും അതിനും വേറെ തന്നെ ഒരു സപ്ലിമെന്റ് വരുന്നുണ്ടല്ലോ. ആ ഒരു ജോബിന്റെ കാര്യത്തിനാണെങ്കിലും ഈ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നത് എന്ന് പറയുന്നത് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിതൊക്കെ പറയാനുള്ള ഒരു കാരണം, എനിക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ വായിക്കാനുള്ള ഒരു റിസോഴ്സസ് ഉണ്ടായിട്ടും ഞാനത് യൂട്ടിലൈസ് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഇത് വായിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ കുറെ ഉണ്ടാവും എന്ന് ഞാൻ പറയില്ല. പക്ഷെ വായിച്ചാൽ കിട്ടുന്ന കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതധികം ടൈം എടുക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് എല്ലാ ന്യൂസും വായിക്കണം, എല്ലാ കാര്യങ്ങളും അതിൽ വായിക്കണം എന്ന് ഞാൻ പറയില്ല. ഒരു ദിവസം ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് തുടങ്ങിയാല് അതിന് കിട്ടുന്ന യൂസ്ഫുൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടില് ന്യൂസ് പേപ്പർ ഒന്നും വരുത്തുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്കൂളില് ന്യൂസ് പേപ്പർ എന്നും വരുത്തുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 10 ന്യൂസ് പേപ്പേഴ്സിലും ഒരു സ്കൂളിൽ വരുത്തുന്നുണ്ടായിരിക്കും. സോ നമുക്ക് വായിക്കാനുള്ളൊരു പ്ലേസ് ഇല്ല, വായിക്കാനുള്ളൊരു സൗകര്യം ഇല്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് വരുന്നില്ല. സോ നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കാൻ നോക്കി അറ്റ്ലീസ്റ്റ് ഒരു 10 ഡേയ്സ് കണ്ടിന്യൂസ് ആയി ഒരു വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് കമന്റിൽ അറിയിക്കണേ. സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ. താങ്ക് യു സോ മച്ച്.